ശ്രീ ഗുരുഭ്യോ നമ. നേരം ഓൺലൈൻ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വിഷ്ണു മുരളീധർ ശർമ്മ. കഴിഞ്ഞ 8 വർഷക്കാലമായി തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ പുരോഹിതനായി പ്രവർത്തിച്ച് ഇന്ന് വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പുതിയൊരു നിയോഗവുമായിട്ട് ഇവിടുത്തെ പുരോഹിതനായി പ്രവേശിച്ച് ഇന്ന് ഇവിടെ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ഈ പാപനാശിനി ബലിമണ്ഡപത്തിൽ ബലികർമ്മങ്ങളുടെ പുരോഹിതനായിട്ട് പ്രവർത്തിക്കുകയാണ്. വരുന്ന കർക്കിടക വാവിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾക്ക്, പ്രേക്ഷകർക്ക് അറിയേണ്ട ചില കാര്യങ്ങൾക്ക് ചില വ്യക്തതകൾ വരുത്തുവാനാണ് ഈ അവസരത്തിൽ ശ്രമിക്കുന്നത്. കർക്കിടക വാവ് സംബന്ധിച്ച് എല്ലാ മാസവും വെളുത്ത വാവും കറുത്ത വാവും വരാറുണ്ട്. എന്തുകൊണ്ട് കർക്കിടക മാസത്തിലെ കറുത്ത വാവിന് പ്രത്യേകതയേറുന്നു എന്നുള്ളതാണ്. 2 അയനങ്ങളിൽ, ഉത്തരായനവും ദക്ഷിണായനവും എന്നുള്ള 2 അയനങ്ങളിൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള അയനമാണ് ദക്ഷിണായനം. ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത പക്ഷത്തിൽ വരുന്ന വാവാണ് നമ്മൾ കർക്കിടക വാവ് എന്നുള്ള പ്രാധാന്യത്തോടു കൂടിയിട്ട് അത് ആചരിക്കുന്നത്. ഉത്തരായനത്തിൽ ദേവതകൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടും ദക്ഷിണായനത്തിൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടുമാണ് ദക്ഷിണായനത്തിൽ ആദ്യത്തെ കറുത്ത വാവാണ് കർക്കിടകത്തിൽ വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ആ കർക്കിടക വാവിന് ഇത്രയും പ്രസക്തി ഉണ്ടാകാനുള്ള കാരണം. ശ്രാദ്ധം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധയോടുകൂടി ആചരിക്കേണ്ട അല്ലെങ്കിൽ ആചരിക്കപ്പെടേണ്ട കർമ്മം എന്നുള്ളതുകൊണ്ട്. ശ്രാദ്ധങ്ങൾ ബഹുവിധത്തിലുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, നമ്മൾ ആചരിക്കുന്ന ആടിമാസത്തിലെ അമാവാസി ശ്രാദ്ധം എന്ന് പറയുന്നത് പാർവണ ശ്രാദ്ധം എന്നാണ് അറിയപ്പെടുക. ആടിമാസത്തിലെ അമാവാസിയെ പാർവണ ശ്രാദ്ധം എന്നാണ് അറിയപ്പെടുക. പിന്നെ ഏകോദിഷ്ട ശ്രാദ്ധമുണ്ട്, ഹിരണ്യ ശ്രാദ്ധമുണ്ട്, ആമശ്രാദ്ധമുണ്ട്. അങ്ങനെ ശ്രാദ്ധങ്ങൾ പല വിധത്തിലുണ്ട്. ഇതിൽ ഏകോദിഷ്ടമാണ് നമ്മൾ മരിച്ചാൽ ഇൻഡിവിജ്വലായ ഒരു പേഴ്സണിന് വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് ഏകോദിഷ്ടം. അതിൻ്റെ വിധി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആദ്യം ദശഗാത്ര ബലിയായിട്ട് 10 ബലികളുണ്ട്. 16 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ട്, 12 ദിവസം കൊണ്ടൊക്കെ ദേശത്തിനും സമുദായത്തിനും ഒക്കെ അനുസരിച്ചിട്ട് ആ കർമ്മത്തിൽ വ്യത്യാസം ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ സബിണ്ടി ആചരിച്ച് 41-ന് മണ്ഡല ശ്രാദ്ധം ചെയ്ത് എല്ലാ മാസവും മരണപ്പെട്ട നക്ഷത്രത്തിന് 1 കൊല്ലം വരെ നമ്മൾ ഇടുന്നതാണ് ഏകോദിഷ്ട ശ്രാദ്ധം. അത് മാസബലിയായി ഓരോ മാസവും ഇട്ട് ഒരു ആണ്ട് പൂർത്തിയാകുമ്പോൾ ആണ്ടുബലിയായി കണ്ട് സമർപ്പിക്കുന്നതിനാണ് ഏകോദിഷ്ട ശ്രാദ്ധം എന്ന് പറയുക. കർക്കിടക വാവ് എന്ന് പറയുന്നത് പാർവണ ശ്രാദ്ധം എന്നാണ് അറിയപ്പെടുക. ഇനി ഹിരണ്യ ശ്രാദ്ധം ഉണ്ട്, അതുപോലെ ആമശ്രാദ്ധം. കർഷകർക്ക് മന്ത്രങ്ങളൊന്നും ഉച്ചരിക്കാനോ പറയാനോ ചെയ്യാനോ പറഞ്ഞു കൊടുത്താൽ ചെയ്യാനോ അറിഞ്ഞുകൂടാത്ത സാധാരണക്കാർക്ക് അരി നനച്ച് ചെയ്യുന്ന കർമ്മമാണ് ആമശ്രാദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ ബഹുവിധത്തിൽ ഈ ശ്രാദ്ധ കർമ്മങ്ങളുണ്ട്. അതിൽ പാർവണ ശ്രാദ്ധം എന്നാണ് ആടിമാസത്തിലെ അമാവാസിയെ പറയുക. കർക്കിടക വാവിനെ കുറിച്ച് പ്രസക്തി പറയുമ്പോൾ, കർക്കിടക വാവ് നമുക്കൊരു തെറ്റിദ്ധാരണ പൊതുവേ പൊതുജനങ്ങൾക്കുണ്ട്, ഭക്തജനങ്ങൾക്കുണ്ട്. അതെന്താ വെച്ചാൽ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ അച്ഛന് വേണ്ടി അച്ഛൻ മരിച്ചിട്ട് മാസബലി ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മയ്ക്ക് വേണ്ടി കർക്കിടക വാവ് ബലിയിടാം. അമ്മയും അച്ഛനും മരിച്ച ഒരാളുടെ സംശയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻഡിവിജ്വൽ വ്യക്തിക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം അല്ല ഒരിക്കലും ആടിമാസത്തിലെ അമാവാസി. കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത് പൂർവികരായിട്ടുള്ള പരമ്പരയിൽപ്പെട്ട, അപ്പോൾ നമുക്ക് മുത്തശ്ശൻ മരിച്ചിട്ടുള്ള ഒരു അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്ക് വരെ കർക്കിടക വാവിന് ബലിയിടാം. നമ്മുടെ പൂർവികരെ സംബന്ധിച്ചിടുന്ന ബലിയാണ്. മുത്തശ്ശനോ മുത്തശ്ശിയോ മരിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മാവന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, നമ്മളെ നന്നായി ഈ നിലയിലെത്താൻ സഹായിച്ച നമ്മുടെ ഒരു ഗുരുനാഥൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സങ്കല്പിച്ചു പോലും നമുക്ക് കർക്കിടക വാവിന് ബലിയിടാം. അപ്പോൾ പൂർവികരായിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും വേണ്ടി അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്ക് വരെയും ആചരിക്കാവുന്ന ചടങ്ങാണ് കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരാളെ സംബന്ധിച്ചിടുന്നതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. എല്ലാവരും കർക്കിടക വാവിന് ബലി ആചരിക്കാവുന്നവരാണ്. തലമുറ ഒരു സങ്കല്പം ശരിക്കും 21 തലമുറ വരെ പറഞ്ഞു ചെയ്യുന്നവരുണ്ട്. ചില ജ്യോതിഷ ആളുകൾ ഈ 41 തലമുറ സങ്കല്പിച്ചിടാൻ പറയും. നമുക്ക് അറിയുന്നത് ശരിക്കും ഇപ്പോൾ കണ്ടാൽ ഒരു രൂപം തന്നെ അറിയാവുന്നത് മുത്തശ്ശനോ ചിലപ്പോൾ അവരുടെ മുന്നിലുള്ള ആളെ ആയിരിക്കും നമുക്ക് ആ രൂപം വരെ ഓർമ്മ ഉണ്ടാവുക.
അതല്ലാതെ കണ്ട് നമുക്ക് സങ്കല്പത്തിൽ എത്ര വേണമെങ്കിലും സങ്കല്പിക്കാമല്ലോ. അപ്പോൾ 21 തലമുറ എന്ന് പറഞ്ഞ് ചെയ്യുന്നതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പൂർവികരെ എന്നുള്ള സങ്കല്പമാണ് അതിലുള്ളത്. അത് എത്ര തലമുറ എന്നുള്ളത് ഈ പറഞ്ഞതിൽ പ്രസക്തിയില്ല. 41 തലമുറ പറഞ്ഞിടുന്നവരുണ്ട്, 21 തലമുറ ഇടുന്നവരുണ്ട്. എന്തായാലും നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുക. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്ക് പോലും കർക്കിടക വാവിന് ബലിയിടുന്നതിന് തടസ്സമില്ല. 5 മക്കളോ 6 മക്കളോ 10 മക്കളോ ഉണ്ടായിരുന്നവരൊക്കെയാണ് മുൻ തലമുറകളിൽ എല്ലാവർക്കും ഈ കർമ്മങ്ങൾ ആചരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. കർക്കിടക വാവ് ബലി എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു ചടങ്ങ് തന്നെയാണ്. ഈ വന്ന സാഹചര്യത്തിൽ ഈ മതത്തിൻ്റെ ഒക്കെ ഒരു വേലിക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമല്ല ഈ കർമ്മങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. ശരിക്കും എല്ലാ മതസ്ഥരും, എന്നെ സംബന്ധിച്ച് എനിക്ക് തിരുവല്ലത്തെക്കുറിച്ച് അറിയാവുന്നത് അവിടെ ജോലി ചെയ്തതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, എനിക്കൊന്ന് ആഫ്രിക്കയിൽ നിന്ന് വരെ ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് ചെയ്തത് ഒരു സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു വനിതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, അന്യമതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ ഈ കർമ്മങ്ങൾ ആചരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കർക്കിടക വാവിന് വരുന്ന ആളുകളോടൊന്നും നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണ് എന്നറിയില്ല. പക്ഷേ ഒരുപാട് പേര് ഈ നിത്യബലികളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോഴും മറ്റു മതസ്ഥർ വരാറുണ്ട്. ഇവിടെയും വർക്കലയിലും ഒരുപാട് ഒട്ടനവധി ആളുകൾ ആ തരത്തിൽ വരാറുണ്ട്, കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. വ്രതനിഷ്ഠയെക്കുറിച്ചും ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ളതായ ഒരു ഏകീകരണമില്ലാത്തൊരു സംവിധാനമാണ് വ്രതം എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ശാരീരികമായ അസ്വസ്ഥതകളും ഒക്കെയുള്ള ആളുകളാണ് ഒരുപാട് ചെറിയ പ്രായത്തിൽ തന്നെയും ഈ അസുഖങ്ങൾ, ഡയബറ്റിക്സ് പോലെയുള്ള കാര്യങ്ങളുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പോൾ വ്രതനിഷ്ഠ ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് പലപ്പോഴും ആളുകൾ, ഒരു നേരം അല്ലേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്ന് ചോദിക്കാം. അപ്പോൾ ഒരിക്കൽ വ്രതം എന്ന് പറയുന്നത് ഒരു നേരം ആഹാരം കഴിക്കുക എന്നുള്ളത്, അത് നമ്മൾ പറഞ്ഞു ഒരു നേരം അരി ആഹാരം ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരു നേരം എന്നുള്ളതല്ല, നമുക്ക് എത്രയും ലഘുവായി ഭക്ഷണം കഴിക്കാം, ഏറ്റവും സ്വാത്വികമായ ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എരിയ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. അത്തരത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം നമ്മളതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ളതായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇപ്പം നിലത്ത് കിടന്നുറങ്ങണം എന്നാണ് പറയുക. അപ്പോൾ ശരിക്കും ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതിൽ വലിയ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ആ വ്രതനിഷ്ഠകൾ അനുസരിക്കുക എന്നതാണ്. അപ്പോൾ പഴയ കാലത്തെ ആളുകൾ ഈ പറഞ്ഞ പോലെ അത് ഭംഗിയായി ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ വന്ന കാലത്ത് എത്ര കണ്ടത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നറിയില്ല. എങ്കിലും നമ്മൾ പരമാവധി മത്സ്യം മാംസാദികളൊക്കെ, മദ്യം, അതുപോലെ മയക്കുമരുന്നുകൾ, ഇപ്പോൾ ലഹരി വസ്തുക്കളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പരമാവധി അതിനുവേണ്ടി തയ്യാറെടുത്ത് ആ ദിവസം തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് അടുത്തിരിക്കുക, ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കർമ്മത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ആ ഒരിക്കൽ തലേ ദിവസത്തെ വ്രതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വ്രതത്തിൽ നമ്മൾ പ്രധാനമായും പാലിക്കേണ്ടത് എന്നുള്ളത് സാത്വികമായ ആഹാരമാണ്. പിന്നെ ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ പരമാവധി ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നത് പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഭക്ഷണ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ അതിനനുസരിച്ച് ആ ഭക്ഷണങ്ങൾ ക്രമീകരിക്കാവുന്നതാണ്, അതിൽ തെറ്റില്ല. പരമാവധി ആഹാരത്തിൻ്റെ തോത് കുറയ്ക്കുക, ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, അത് ഒരു നേരം മാത്രമായി കഴിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിരിക്കുക. അപ്പോൾ നമ്മളിതൊരു ദൈവീക കാര്യം പോലെ തന്നെയാണ് ഈ പിതൃകാര്യവും ശരിക്കും നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എത്തരത്തിൽ ആ ചിട്ടകൾ നമ്മൾ ആചരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഈ കർമ്മത്തിനും നമ്മൾ ആ ആചര്യകൾ നിവർത്തിക്കണം. അതായത് അശുദ്ധിയുള്ള സമയത്ത് നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യാറില്ല, വീട്ടിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ അത്തരത്തിലാണെങ്കിൽ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഈ വാവിൻ്റെ തലേ ദിവസം, വാവ് കഴിയുന്നവരെയും നമ്മളത് പാലിക്കേണ്ടതാണ്. മരിച്ച പുലയോ പിന്നെ ജനിച്ചിട്ടുള്ള വാലായ്മയോ മറ്റ് അശുദ്ധികളോ ഒക്കെ ഉള്ള സമയത്ത് പരമാവധി ഒഴിവാക്കുക. അതല്ലാതെ അത്ര കണ്ട് ശുദ്ധിയോടുകൂടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഉറ്റവരും ഉടയവരും ഒക്കെ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ആചരിക്കേണ്ടതായിരുന്ന കർമ്മങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ലോപങ്ങൾ ഉണ്ടായേക്കാം. അത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്യാതെ കണ്ടുവരുന്ന ദോഷപരിഹാരത്തിനും നമുക്ക് കർക്കിടക മാസത്തിലെ വാവുബലി ആചരിക്കാവുന്നതാണ്.
നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു ക്രിയ തന്നെയാണ് ശരിക്കും കർക്കിടക വാവ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളതായ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, അതല്ലെങ്കിൽ മനസ്സിനൊരു പശ്ചാത്താപം ഉള്ളവരുണ്ടാവും. ഇങ്ങനെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു പശ്ചാത്താപം ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഈ കർമ്മം കൊണ്ട് അതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. കർക്കിടക വാവല് വീട്ടിലിടാമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വീട് തന്നെയാണ് ശരിക്കും പ്രാധാന്യമായിട്ട് ചൊല്ലുകളിൽ പറയുക. നമ്മളൊരു ചൊല്ല് കേട്ടിട്ടുണ്ടാവും, ഇല്ലം വല്ലം നെല്ലിന്ന. ഇല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ വീട്ടിൽ ഒരാചാര്യൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ വീടാണ് ഏറ്റവും ശ്രേഷ്ഠമായുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ളതായ അസൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പുണ്യസങ്കേതങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വല്ലവും, വല്ലം എന്ന് പറഞ്ഞാൽ തിരുവല്ലവും, പിന്നീടുള്ളത് തിരുനെല്ലിയുമാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും ഈ കർമ്മത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൽ പെടുന്നതാണ് തിരുനാവായ പോലെ, ആലുവ മണപ്പുറം പോലെ തന്നെ ഈ വർക്കല പാവനാശിനിയും അതിനോടൊപ്പം ചേരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഈ കർമ്മങ്ങൾ ചെയ്യാൻ എല്ലാ വർഷവും എത്താറുണ്ട്. വീട്ടിൽ ബലികർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ചിട്ടകൾ ഒരാചാര്യൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തു പോകുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരാചാര്യൻ്റെ സഹായം തേടുക എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത് ഈ കാര്യങ്ങളെല്ലാം വൃത്തിയോടുകൂടി ഒരുക്കുക എന്നുള്ളതാണ്. തലേ ദിവസം വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുന്ന പോലെ തന്നെ ഈ കർമ്മങ്ങൾക്ക് വേണ്ട സാധനങ്ങളും ശുദ്ധിയായി ഒരുക്കി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ തലേന്ന് ഒരിക്കലൂണ് എടുക്കുക, അതുപോലെ തന്നെ ഈ പൂജയ്ക്ക് വേണ്ടതായ കാര്യങ്ങൾ തയ്യാറാക്കുക. നമുക്ക് പ്രധാനമായും വേണ്ടത് ഈ പറഞ്ഞ ചോറ്, കവിയൻ, ഉണക്കലരി വറ്റിച്ച് ചോറുണ്ടാക്കി, അതുപോലെ എള്ള്, ദർഭ, ചന്ദനം, പൂവ്, ചെറുവിള എന്നുള്ള ബലിപ്പൂവ് പ്രധാനമാണ്. ഈ കാര്യങ്ങളെല്ലാം നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ചാണകം മെഴുകിയ തറയിൽ അത് വിരിച്ച് അങ്ങനെ ആ കർമ്മങ്ങൾ ഭംഗിയായി നമുക്ക് നിർവഹിക്കാവുന്നതാണ്. കുലപാലായ്മകളെക്കുറിച്ച് ഒരു കൃത്യമായ കാര്യം പറയുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ കർമ്മങ്ങളിൽ തന്നെ പൊതുവിലൊരു ഏകീകരണം, പ്രത്യേകിച്ച് ഈ ബലികർമാദികളുമായി ബന്ധപ്പെട്ടില്ല. ഏകീകരണം ഇല്ല എന്ന് പറയാനോ സാമുദായികമായും ദേശാചാരങ്ങൾ സംബന്ധമായും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ശരിക്കും നിയമം പറയുക വെച്ചാൽ 10 ദിവസമേ മരിച്ചാൽ പുലയുള്ളൂ എന്നാണ്. ഗരുഡ പുരാണത്തിലൊക്കെ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മരിച്ചാൽ പുല 10 ദിവസമേ ഉള്ളൂ. പിന്നെ എങ്ങനെ 16 മാറിയെന്ന് വെച്ചാൽ 16 ക്രിയകളെക്കുറിച്ച് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ഈ 10 ദിവസം ദശഗാത്ര ബലി കഴിഞ്ഞാൽ പിന്നെ 6 പിണ്ഡത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അങ്ങനെ 16 ദിവസം ഓരോ പ്രാണനായി ശരീരം വിടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അങ്ങനെ സാധാരണഗതിയിലുള്ള ആളുകൾ 16 ദിവസമാണ് ആചരിക്കുക. ബ്രാഹ്മൺസ് എന്ന് പറയുന്നത് ഈ പൂജാതി കർമ്മങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവർ, അറിവുള്ളവർ 10 ദിവസം കൊണ്ട് ഈ കർമ്മങ്ങൾ തീർത്ത് 11-ന് സപിണ്ടി ആചരിച്ച് 12 മുതൽ ക്ഷേത്രത്തിൽ അവരുടെ ജോലികളിൽ വ്യാപൃതരാവുന്നവരാണ്. അത് സാധിക്കാത്തവർ, അതിൻ്റെ മാനസികാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാത്തവരുണ്ട്, അല്ലെങ്കിൽ ഈ കർമ്മങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരുണ്ട്. അവർക്കൊക്കെയും ശരിക്കും 16 ദിവസം വരെ ആചരിക്കണം എന്നാണ്. ശരിക്കും മനുസ്മൃതി പറയുന്നതനുസരിച്ച് ഓരോ ചാതുർവർണ്ണ്യത്തിനും പറയുന്നുണ്ടെന്നാണ് പറയുക. ബ്രാഹ്മണന് 10, ബ്രാഹ്മണന് 10, വൈശ്യന് പിന്നെ ശൂദ്രന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര ദിവസം എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിലുള്ള ആളുകൾ 16 ദിവസമാണ് ആചരിക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ 12 ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ 10 മുതൽ 16 വരെ നമുക്കിത് ആചരിക്കാവുന്നതാണ്. ദേശത്തിൻ്റെ ആചാരവും സമുദായത്തിൻ്റെ ആചാരവും ഒക്കെ നമുക്കതിന് സ്വീകരിക്കാവുന്നതാണ്. പുലയുള്ള സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞ പോലെ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. പുലയുള്ള സമയത്ത് പ്രേതകർമ്മങ്ങൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. നമ്മൾ ഈ ശ്രാദ്ധവിധികൾക്ക് അനുമതിയില്ല. നമ്മൾ കർക്കിടവാവിന് ബലി പുലയുണ്ടെങ്കിൽ ഇടാൻ പാടില്ല. ചോദ്യത്തിൽ 2-3 ഉത്തരങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 1-2 ആചാര്യന്മാരുടെ ഈ വാക്കുകൾ ഞാൻ കേട്ടിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാൻ വെച്ചാൽ നമുക്ക് 7 മാസം വരെ ബലി ഇടാമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പലരും പറയുന്നത് ഗർഭിണിയായാൽ ബലിയിടാൻ പാടില്ല എന്നാണ്. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് 7 മാസം വരെ ബലികർമ്മം, ക്ഷേത്രത്തിൽ പോകുന്ന നാൾ വരെ നമുക്ക് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തടസ്സമില്ല. ഇപ്പോൾ 5 മാസം ഗർഭിണിയായിരിക്കുന്ന ഒരാളുടെ പിതാവ് മരിച്ചാൽ വേറെ മക്കളൊന്നുമില്ല, ആ കുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് ഏകോദിഷ്ട ശ്രാദ്ധ ആചരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. 7 മാസം വരെ ആ കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു തടസ്സമില്ല. 7 മാസം കഴിഞ്ഞാൽ നമുക്കിതിന് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. തില
തിലം എന്ന് പറഞ്ഞാൽ എള്ള് എന്നാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കേണ്ട പ്രാധാന്യം എന്താണെന്ന് പറയുന്ന പോലെ തന്നെയാണ് അത്. നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ പിതൃവിന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം ആകയാൽ തിലഹോമം എന്ന് പറയുന്ന ഒരു ആചാര്യനെ കൊണ്ടുകൂടി ചെയ്യിപ്പിക്കുന്ന കർമ്മമായി കരുതണം എന്നാണ്. തിലഹോമം നമുക്ക് ചെയ്യാൻ കഴിയില്ല, ഒരു ആചാര്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. തിലം എന്ന് പറഞ്ഞാൽ എള്ളുന്ന അർത്ഥം. അത് ഹോമിക്കുക എന്നുള്ളതാണ്. തില ഹവനം, ഹോമിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ തിലം ആ മന്ത്രങ്ങൾ പറഞ്ഞ് ജപിച്ച് ആ പിതൃവിന് സായുജ്യം ഉണ്ടാകുക എന്നുള്ള സങ്കല്പത്തിലാണ് ഈ തിലഹോമം ചെയ്യുന്നത്. അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തങ്ങൾ അനുസരിച്ച് ചെയ്യാറുണ്ട്. സാധാരണയായി നമ്മൾ സായുജ്യം 1 വർഷത്തിനാണ് എല്ലാ സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും തിലഹോമം ചെയ്തു വരാറുള്ളത് കാണുന്നത്. തിരുവല്ലം ക്ഷേത്രത്തിൽ നമുക്ക് 41 നാൾ മുതൽ ഈ തിലഹോമം എല്ലാ മാസബലിയുടെ ഒപ്പവും തിലഹോമം ചെയ്യാം. നമ്മുടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ മരണപ്പെട്ട് 1 വർഷം പൂർത്തിയാകുമ്പോഴാണ് തിലഹോമം നടത്തുന്നത്. അപ്പോൾ നമ്മൾ മന്ത്രങ്ങൾക്ക് എന്ന് പറയുന്നത്, മന്ത്രങ്ങൾ ചെല്ലാൻ കൃത്യമായി അറിയാൻ സാധിച്ചില്ലെങ്കിൽ ശരിക്കും ബലിയിടാൻ മന്ത്രത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഗുരുവിനെയും ഗണപതിയെയും ധ്യാനിച്ച് നമ്മുടെ പിതൃവിനെ മനസ്സിൽ സങ്കല്പിച്ച് ഒരു ഉരുള ചോറ് ഉരുട്ടി അത് എൻ്റെ പിതൃവിനായി ഞാൻ സമർപ്പിക്കുന്നു. ശ്രദ്ധയോടുകൂടി ആ പിതൃവിനെ സങ്കല്പിച്ച് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അതും ചെയ്യാൻ സാധിക്കാത്തവർക്ക് ദാനങ്ങൾ ചെയ്യാം, അന്നദാനം ചെയ്യാം, പിതൃപൂജ ചെയ്യാം, അത്തരത്തിലുള്ള ക്രിയകളായി ചെയ്യാം. മന്ത്രങ്ങൾ ഈ പറഞ്ഞതുപോലെ ആചാര്യൻ്റെ പ്രസക്തി എവിടെയാണ്, മന്ത്രങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടിയാണ് ആചാര്യൻ്റെ സഹായം നമ്മൾ ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയുന്ന മന്ത്രങ്ങൾ ജപിച്ച് ഗുരുവിനെയും ഗണപതിയെയും പിതൃവിനെയും സങ്കല്പിച്ചിട്ട് നമുക്ക് ഈ കർമ്മങ്ങൾ ചെയ്യാവുന്ന. എല്ലാ മാസങ്ങളിലും അമാവാസി വരാറുണ്ട്. നമുക്ക് ഈ അമാവാസി ദിവസം ഇത്തരത്തിലുള്ള ക്ഷേത്രം, ഇപ്പോൾ ഇവിടെ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലായാലും തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രത്തിലായാലും എല്ലാ അമാവാസിക്കും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അത് ഇതുപോലെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വിദേശ രാജ്യങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് അവർ ചൂസ് ചെയ്യുന്നത്, അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണ് പ്രധാനമായിട്ടും അമാവാസി എന്ന് പറയുന്നത്. ആ അമാവാസി ദിവസം നമുക്ക് കർക്കിടകവാവിന് ബലിയിടാൻ സാധിക്കാത്തവർക്ക് ചെയ്യാം. ഇനിയൊന്ന് എന്നുള്ളത് ഭഗവാന്റെ നക്ഷത്രമാണ്. തിരുവോണം നാളിന് നമുക്ക് ഇങ്ങനെ മുടങ്ങിപ്പോയ ബലികൾക്ക് പരിഹാരമായിട്ട് ബലി ആചരിക്കാവുന്നതാണ്. ഇതുപോലുള്ള വിശേഷ ക്ഷേത്രങ്ങളിൽ, അതായത് ഇപ്പോൾ തിരുവല്ലം പോലെ വർക്കല പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ എല്ലാ ദിവസവും ബലികർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ആചരിക്കാവുന്നതാണ്. മരണത്തിലെ ദോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വലിയ പ്രതിസന്ധി അതിലുണ്ട്. ഒന്ന്, ഈ വലിയ തെറ്റിദ്ധാരണ ഉള്ള ഒരു വിഷയമാണ് ശരിക്കും ദോഷങ്ങളെക്കുറിച്ച് പറയാം. ഞാൻ വടക്കൻ ദേശക്കാരനായതുകൊണ്ട് തന്നെ വടക്കോട്ടൊന്നും ആളുകൾക്ക് കരിനാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ശരിക്കും അറിയില്ല. ഒരു തമിഴ് പേരാണ് ശരിക്കും കരിനാൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അറിയപ്പെടുന്നതായ മറ്റു സ്ഥലങ്ങളിൽ അറിയപ്പെടാത്തൊരു വേർഡാണ് കരിനാൾ. മരണത്തിൽ ദോഷമുണ്ടോ എന്ന് ചോദിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഉത്തമം. മരണത്തിൽ ദോഷങ്ങളുണ്ട്. ആ മരിച്ച ദിവസത്തിന് ദോഷമുണ്ട്, സമയത്തിന് ദോഷമുണ്ട്, നക്ഷത്രത്തിന് ദോഷം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ദോഷങ്ങളെ ചേർത്തിട്ട് ഇവിടെയുള്ള പ്രാദേശികമായ ആളുകൾ പറയുന്ന ഒരു വേർഡാണ് കരിനാൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അറിവിൽ മരണത്തിലെ ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം എന്ന് പറയുന്നത് വസുപഞ്ചകം എന്നുള്ളതാണ്. വസുപഞ്ചകം അവിട്ടത്തിൻ്റെ പകുതി മുതൽ രേവതിയുടെ അവസാനം വരെ വരുന്ന നാളുകൾക്കാണ് സാധാരണഗതിയിൽ വസുപഞ്ചക ദോഷം ഉണ്ടെന്ന് പറയുക. എന്നാൽ വസുപഞ്ചകത്തിൻ്റെതായ കുഴപ്പമായ ആളുകൾ പറയുന്നത് അവിട്ടം മുതൽ രേവതി വരെ കേട്ട ഉടനെ പറയും. എന്നാൽ അങ്ങനെയല്ല. അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നാളുകൾ കുംഭം, മീനം രാശികളിലുള്ള നക്ഷത്രങ്ങളായിരിക്കാൽ പ്രധാനമായും ആ നക്ഷത്രങ്ങളിൽ മരണപ്പെട്ടാൽ ദോഷം ഉണ്ട് തന്നെ. ഈ നക്ഷത്രം വന്നാലേ ദോഷമാണ്. എന്നാൽ ഇത് വസുപഞ്ചകത്തിലേക്ക് അതിനെ മാരകമായിട്ട് മാറ്റുന്നത് എന്ന് പറയുന്നത് അവിട്ടത്തോട് ചൊവ്വാഴ്ച വരിക, ഏകാദശി വരിക, വൃശ്ചിക ലഗ്നം വരിക എന്നുള്ളത് അവിട്ടത്തോട് ചേർന്ന് വന്നാൽ ഈ വസുപഞ്ചകം എന്നുള്ള ദോഷത്തിലേക്ക്, അതിൻ്റെ പരിഹാരത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതുപോലെ തന്നെ ചതയത്തിനാണെങ്കിൽ ബുധനാഴ്ച വരിക, ദ്വാദശി വരിക, ധനുർ ലഗ്നം വരിക, ഇങ്ങനെ രേവതി വരെ, രേവതിക്ക് ശനിയാഴ്ച, വാവ്, മീനം രാശി ഇങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത്. ഇങ്ങനെ വന്നാൽ നമ്മൾ പരിഹാരം ചെയ്യണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗൃഹത്തിൽ ഈ 5 ദർഭയൊക്കെ വെച്ച് അതിൽ ഈ ചിത ദഹിപ്പിക്കുന്ന ഓടെ തന്നെ ക്രിയകളുണ്ട്. ഒരു പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മരണാനന്തര കർമ്മങ്ങൾ കഴിയുന്ന തൊട്ടടുത്ത ദിവസം മരണമടഞ്ഞാണ്ട് ഗൃഹത്തിൽ വെച്ച് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം. ഒരു ക്ഷേത്രത്തിൽ അതിന് പരിഹാരം ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ പരിഹാരം അവനവൻ്റെ ഗൃഹത്തിൽ വെച്ച് തന്നെ നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ബലി നക്ഷത്രം, കൂടുതൽ ആളുകൾ ഇവിടെ കരുനാളിന് പറയുന്നത് ബലി നക്ഷത്രത്തിനാണ്. പുണർദം, വിശാഖം, ചിത്തിര, രേവതി, രോഹിണി, ഉത്രം, തിരുവോണം, തൃക്കേട്ട, അവിട്ട ഈ നക്ഷത്രങ്ങളാണ് പറയുക. പക്ഷേ ഈ നക്ഷത്രം കേട്ട ആളുകൾ ഉടനെ കരുനാൾ എന്ന് പറയാം. അല്ല,
ഈ നക്ഷത്രത്തോടൊപ്പം സ്ഥിരരാശി വന്നാലേ ദോഷമുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. പല ആളുകൾ ഈ നാൾ കേട്ട ഉടനെ, അല്ലെങ്കിൽ ആളുകൾ അറിവില്ലാത്തതുകൊണ്ട് തന്നെ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ നാളുകൾ പുണർദം വന്ന് ഉടനെ പറയും കരുനാളുണ്ട്. ഇല്ല, പുണർദം സ്ഥിരരാശികളായിട്ടുള്ള ചിങ്ങത്തിലോ വൃശ്ചികത്തിലോ കുംഭത്തിലോ ഇടവത്തിലോ വന്നാൽ മാത്രമേ, ആ സമയങ്ങളിൽ ഈ നക്ഷത്രം ത്തിൽ മരണപ്പെട്ടാൽ മാത്രമേ ഈ ദോഷമുള്ളൂ. ഇതിനെയാണ് ബലി നക്ഷത്ര ദോഷം എന്ന് പറയുക. അതിനും പരിഹാരം മൃത്യുഞ്ജയമാണ്. പിന്നെ യമരാജ ബലിയൊക്കെ നടത്തുക, പണ്ടുള്ള ആളുകൾ കോഴിയൊക്കെ മുറിച്ച് അങ്ങനെ ബലി കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ വന്ന കാലത്തില്ല. അതിന് പരിഹാരമായി നമ്മൾ ചെയ്യാറുണ്ട് ക്രിയകൾ. യമന് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തിരുവല്ലം ക്ഷേത്രത്തിൽ എള്ളുകൊണ്ട് പിണ്ടം വെച്ചിട്ട് ഒരു ക്രിയയുണ്ട്, യമബലി എന്ന് പറഞ്ഞിട്ട് നടത്താറുണ്ട്. അതുപോലെ യമരാജ ഹോമം നടത്താം. യമരാജ ഹോമം ക്ഷേത്രങ്ങളിൽ നടത്താറില്ല. മൃത്യുഞ്ജയ അർച്ചന, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമാദികളൊക്കെയാണ് അതിന് പരിഹാരമായിട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ പിണ്ടനൂൽ ദോഷം, നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന ദോഷമാണ്. ഇത് പ്രമാണമൊക്കെ ഉണ്ട്, പറയുന്നത് കേട്ടത് ഒരു ചൊല്ലുണ്ട്. കേട്ട കാർത്തിക മുപ്പൂരം യമന ഹീം ദദാ ആർദ്രയോട് ജ്യോതി പിണ്ഡനൂലിൽ 9 എന്ന് പറഞ്ഞ 9 നാൾ പൂരം, പൂരാടം പൂരുട്ടാതി ഭരണി, കാർത്തിക ആയില്യം തിരുവാതിര ജ്യോതി നക്ഷത്രങ്ങളാണ് പിണ്ഡനൂൽ. ചില സ്ഥലത്ത് ജ്യോതി ഒഴിവാക്കി മൂലം പറയുന്ന സമ്പ്രദായമുണ്ട്. ഇങ്ങനെ പിണ്ഡനൂൽ ദോഷം എന്ന് പറഞ്ഞിട്ട് നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഏത് സമയത്തായാലും ഏത് ദിവസത്തിനാലും ഈ നക്ഷത്രങ്ങൾക്ക് ദോഷം ഉണ്ട് എന്ന് പറയുന്ന തരത്തിൽ ഈ പിണ്ഡനൂൽ ദോഷത്തിനെ കണക്കാക്കണം. ഇനി അകന്നാളുണ്ട്, ഞാറ്റുവേല, സൂര്യൻ പ്രവേശിക്കുന്ന നക്ഷത്രം മുതൽ ആദ്യത്തെ 4 നാൾ അകന്നാളും അടുത്ത 3 നാൾ പുറനാളുമായിട്ട് ഇങ്ങനെ കണക്കാക്കിയിട്ട് അകന്നാളിനെ ദോഷമായിട്ട് എടുക്കാറുണ്ട്. ഇങ്ങനെ വരുന്ന ദിവസം സമയം നക്ഷത്രമൊക്കെ നോക്കിയിട്ട് എടുക്കാറുണ്ട്. എന്നാൽ പക്ഷേ പല ആളുകളും ഈ തെറ്റിദ്ധാരണ കൊണ്ട്, പേടി കൊണ്ടാണെന്ന് തോന്നുന്നു, അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഭയം ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും ഇത് അറിയുന്ന ആചാര്യന്മാരോട് ചോദിച്ച് കൃത്യമായ ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അസ്ഥി നിമഞ്ജനത്തിന് അങ്ങനെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ പ്രത്യേക ഒരു ദിവസം പറയാനില്ല. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് അസ്ഥി നിമഞ്ജനത്തിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് പാപനാശം. ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം മരണപ്പെട്ട് 5 മുതൽ 5, 7, 9, 11, 15, 16, 41 മാസം, ആണ്ട്, ഇങ്ങനെയൊക്കെ ആളുകൾ ഇവിടെ അസ്ഥി ഒഴുക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളനുസരിച്ച്, വീട്ടിൽ അങ്ങനെ നമുക്ക് അത് സൂക്ഷിക്കുന്നതിനും കൃത്യമായി അത് പരിപാലിക്കുന്നതിനും സാധിച്ചില്ല എങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നിമഞ്ജനം ചെയ്യുന്നത് തന്നെയായിരിക്കും ഉചിതം. വീട്ടിലതിൻ്റെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആലപ്പുഴ ഒക്കെ വിട്ട് അങ്ങോട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു കഴിഞ്ഞ ദിവസം, അപ്പോൾ അവർ പറഞ്ഞത് അവർ 1 വർഷം വരെ എന്തായാലും ഈ അസ്ഥി വീട്ടിൽ വെച്ചിട്ട് പൂജിക്കാറുണ്ട് അല്ലെങ്കിൽ നമസ്കരിക്കാറുണ്ട് എന്നാണ് പറയുക. അപ്പോൾ 1 വർഷം വരെ ഇത് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ 1 വർഷം വരെ കൃത്യമായി വീട്ടിൽ വിളക്ക് കത്തിച്ച് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ. അല്ലാതെ അശുദ്ധി കാര്യങ്ങളൊക്കെ വരും, വീട്ടിൽ സാഹചര്യം ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. അതിന് ഇന്ന ദിവസമില്ല, സഞ്ചാന്യം മുതൽ നമ്മളിവിടെ ആ ക്രിയകൾ ചെയ്യുന്നുണ്ട്, ആളുകൾ ഇവിടെ അസ്ഥി ഒഴുക്കുന്നുണ്ട്. അത് 1 വർഷം വരെ ആയവരും വരുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസമായിട്ട് എടുക്കേണ്ടതില്ല, നമ്മുടെ സാഹചര്യം അനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരാളുടെ മരണാനന്തരം പല ആളുകൾക്കും സംശയമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്. മരിച്ച ദിവസം കണക്കാക്കണോ, അടക്കിയ ദിവസം കണക്കാക്കണോ, അതോ ഇനി ബലിയിടുന്ന ദിവസം മുതൽ കണക്കാക്കണോ എന്നാണ് ചോദ്യം. ഒരാളുടെ മരണശേഷം നമ്മൾ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ്? മരണാനന്തരം, അതായത് ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് മക്കളൊക്കെ വിദേശത്താണ്, അയാൾ 2 ദിവസം കഴിഞ്ഞാണ് എത്തുന്നത്. 3-ാമത്തെ ദിവസം ക്രിമേഷൻ ആണെങ്കിൽ ആ ദിവസം തന്നെയോ നമുക്ക് ഈ കർമ്മങ്ങൾ ആചരിച്ച് തുടങ്ങാം. അതല്ല എങ്കിൽ പിറ്റേ ദിവസം മുതൽ കർമ്മങ്ങൾ ആചരിച്ച് തുടങ്ങാം. അപ്പോൾ ആചരിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ മരണപ്പെട്ട ദിവസം മുതൽ തന്നെയാണ്. ഭൂമിദാനം ചെയ്ത ദിവസം മുതലാണെങ്കിൽ ഈ മരിച്ച ആളുടെ ആഗ്രഹം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ പഠിക്കാനായി മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്നാണ് ആഗ്രഹം. അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചിട്ട് മരിച്ചതാണ്. എന്ത് ചെയ്യും? ഭൂമിദാനം ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? മരണപ്പെട്ട ദിവസം മുതൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ ശ്രാദ്ധം ആചരിക്കണം അല്ലെങ്കിൽ ബലി ആചരിക്കണമെങ്കിൽ മരണപ്പെട്ട ദിവസം കണക്കാക്കി 5 ദിവസം കഴിഞ്ഞാണ് ദഹനം നടക്കുക എങ്കിൽ 6-ാമത്തെ ദിവസം ഈ 5 ദിവസത്തെ കർമ്മങ്ങളും പൂർത്തിയാക്കി ആ പിണ്ടദാനങ്ങൾ ഉൾപ്പെടെ തീർത്ത ശേഷം അന്നത്തെ ദിവസം നമ്മൾ 6-ാമത്തെ കർമ്മമായിട്ട് ആചരിച്ച് അവസാനിപ്പിക്കുക. പിറ്റേ ദിവസം 7-ാമത്തെ കർമ്മമാണ് ചെയ്യുക. അന്ന് 2-ാമത്തെ ദിവസമായിട്ട് കണക്കാക്കി 2-ാമത്തെ കർമ്മം അല്ല ചെയ്യുക. 5-ാമത്തെ ദിവസം 4 ദിവസത്തെ കർമ്മങ്ങൾ പൂർത്തിയാക്കി 5-ാം ദിവസത്തെ കർമ്മം ചെയ്ത ശേഷം പിറ്റേ ദിവസം 6-ാമത്തെ ദിവസത്തെ കർമ്മമായിട്ട് ചെയ്യണം. ഓരോ ദിവസത്തിനും ഓരോ നരകതരണാർത്ഥം ഓരോ പിണ്ടദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1-ാമത്തെ ദിവസം ക്ഷീരപൂരക പിണ്ടം, 2-ാമത്തെ ദിവസം കർണാക്ഷി നാസികാപൂരക പിണ്ടം, അങ്ങനെ ഭുജം, നാഭി, ലിംഗം, ഗുദം തുടങ്ങി 10 ബലികളും സമർപ്പിച്ച ശേഷം സബിണ്ടി വരെയുള്ള കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ 16, 12, 11 എന്ന് വെച്ചാൽ സബിണ്ടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതുവരെയുള്ള കർമ്മങ്ങൾ അവസാനിച്ചു. ഇപ്പോൾ ദശഗാത്ര ബലി ചെയ്ത് 11-ന് സബിണ്ടി ചെയ്യുന്ന ദേശങ്ങളും ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ 16 ദിവസം ഓരോ ദിവസം ഓരോ ബലിയിട്ട് 16-ന് പൂർത്തിയാക്കി 16-ന് സബിണ്ടി ചെയ്യുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ 16-ന് സബിണ്ടി കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധിയായി ബാക്കി സാധാരണ ദിവസങ്ങളിലെ പോലെ നമുക്ക് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. മരിച്ച ദിവസം കണക്കാക്കി 41-ാമത്തെ ദിവസം മണ്ഡല ശ്രാദ്ധം എന്ന് പറഞ്ഞ് നമ്മൾ ബലിയിടും.
അപ്പോൾ അവിടെയുള്ള ഒരു സംശയം ഇതാണ്, 41 ബലി കഴിഞ്ഞിട്ട് ആളുകൾ 13 ബലി എന്ന് പറഞ്ഞിട്ടാണ് ആണ്ടുബലി എടുക്കുക. അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 41 എന്ന് പറയുന്നത് മരിച്ച് 30 ദിവസവും 11 ദിവസവും, 30 + 11 ആണ് 41. ഈ 30ാമത്തെ ദിവസം നമുക്ക് ബലിയില്ല, അല്ലെങ്കിൽ ആ നക്ഷത്രം ആവർത്തിക്കുന്ന 28ാമത്തെ ദിവസം നമുക്ക് ബലിയില്ല. 16 സെവൻറ്റി കഴിഞ്ഞാൽ പിന്നെ ആചരിക്കുക 41 ആണ്, അതായത് 1 മാസവും 11 ദിവസവും കഴിഞ്ഞ ശേഷം. അപ്പോൾ അത് 1 മാസവും 11 ദിവസവും കഴിയുമ്പോൾ 1 മാസം കഴിഞ്ഞല്ലോ. ഇനി 41ന്റെ ബലി കഴിഞ്ഞ് ആദ്യത്തെ നക്ഷത്രം 41 കഴിഞ്ഞു വരുന്ന നക്ഷത്രത്തിന് ബലിയിടുമ്പോൾ മരണപ്പെട്ട 56 ദിവസം ആവുകയാണ്. അന്ന് നമ്മൾ 1 മാസം എന്ന് പറഞ്ഞ് കൂട്ടിയാൽ ശരിയാവുമോ? ശരിയാവില്ല. അപ്പോൾ ആ ബലിയെ, അതായത് മരിച്ച് 2ാമത്തെ പ്രാവശ്യം നക്ഷത്രം വരുമ്പോഴാണ് ആളുകൾ 1ാമത്തെ മാസബലിയായിട്ട് കണക്കാക്കുന്നത്. അതല്ല, 41നെ 1ാമത്തെ മാസബലിയായി നമ്മൾ കണക്കാക്കണം. 41 കഴിഞ്ഞ് വരുന്ന 12ഓ 13ാമത്തെ ദിവസം ആ നാൾ വരും, അന്ന് നമ്മൾ 2ാമത്തെ മാസബലിയായി കണക്കാക്കണം. ഇനി വരുന്നൊരു സംശയം, 1 മാസത്തിൽ 2 പ്രാവശ്യം ബലി, പല പുരോഹിതന്മാരും പറഞ്ഞു കൊടുക്കാറുണ്ട് ആദ്യത്തത് എടുക്കണം. അത് ആണ്ടുബലിക്കാണ്. മാസബലി ആചരിക്കുമ്പോൾ ആദ്യത്തെ മാസബലി വന്നാലും 2ാമത്തത് വന്നാലും എടുക്കണം. അതായത് ഇപ്പോൾ മീനമാസം ആദ്യം കാർത്തിക നക്ഷത്രം വന്നു, മരിച്ചത് കാർത്തികയിലാണെന്ന് കരുതുക. 41ാമത്തെ ബലി കഴിഞ്ഞ് ആദ്യം ഒരു കാർത്തിക വരുമ്പോൾ അത് ഇടണം. അതിൽ 1 മാസത്തിൽ 2 പ്രാവശ്യം, മീനമാസം 1-ാം തീയതി വന്നു മാസബലിയായിട്ട് കാർത്തിക ആചരിച്ചു, മീനമാസം 28-ാം തീയതി സ്വാഭാവികമായിട്ടും കാർത്തിക നക്ഷത്രം വരും. അപ്പം ഞാൻ മീനത്തിലൊന്നിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഇടാതിരിക്കരുത്, അത് ഇടണം. അതും കൂടി ഇടുമ്പോഴാണ് 13 ബലി എന്ന് പറഞ്ഞു വരും. ഒരു വർഷത്തിൽ 12 മാസമേ ഉള്ളൂ. അപ്പോൾ 13 ബലി എന്ന് പറയുന്നത് ഈ 41നെ ഒന്നാക്കി കണക്കാക്കി 1 മാസം 2 പ്രാവശ്യം നക്ഷത്രം ആവർത്തിക്കുമ്പോൾ ആ 2 പ്രാവശ്യവും ബലി ഇട്ടാൽ 13ാമത്തെ ബലിയാകുമ്പോൾ കൃത്യമായും അടുത്ത വർഷം അതേ മരിച്ച മലയാള മാസം, ഇപ്പം മിഥുനത്തിലെ മകയിരത്തിനാ മരിച്ചതെങ്കിൽ പിറ്റേ വർഷം മിഥുനത്തിലെ മകയിരാകുമ്പോൾ ഒരാണ്ട്. ഇതാണ് അതിൻ്റെ കണക്ക്, ഡേറ്റ് അല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ തർക്കിക്കുകയുണ്ടായി ഡേറ്റിനെ കുറിച്ച്. അപ്പോൾ ഞാൻ അവരോട് മനസ്സിലാകുന്ന തരത്തിലൊരു കാര്യം പറഞ്ഞത്, കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരി 29-ാം തീയതിയാണ് മരണം സംഭവിച്ചത്. ഈ വർഷം 2025 ഫെബ്രുവരിയിൽ 28 ഉള്ളൂ. സ്വാഭാവികമായിട്ട് 29 എന്നുള്ളൊരു ഡേറ്റ് നമുക്ക് പോസിബിൾ അല്ല. അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു ഉദാഹരണം മാത്രം മതിയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നക്ഷത്രത്തിലാണ്, ഒരു കാരണവശാലും ഡേറ്റിനല്ല നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 1 വർഷം വരെ കണക്കാക്കുക. മരിച്ച മലയാള മാസത്തിൽ മരിച്ച നക്ഷത്രം വരുമ്പോഴാണ് 41 മുതൽ തുടങ്ങിയ എണ്ണിയാണ് 13ാമത്തെ ബലി എന്ന് പറയുന്നത് ആണ്ട്. അതുപോലെ മരണപ്പെട്ടാൽ ഒരു പ്രാവശ്യം 1 മാസത്തിൽ 2 പ്രാവശ്യം നക്ഷത്രം വന്നാൽ 2ഉം ആവർത്തിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് 1 വർഷത്തെ ബലിയായി നമ്മൾ കണക്കാക്കുക. മാസബലി അവസാനിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ മരിച്ച മലയാള മാസത്തിലെ മരിച്ച നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ സമർപ്പണവും സായുജ്യവും ഒക്കെ നടത്തി ക്രിയകൾ പൂർത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞാൽ വർഷാവർഷം ബലിയിടണം. അതേ മലയാള മാസത്തിലെ അതേ നക്ഷത്രത്തിന് എല്ലാ വർഷവും നമ്മൾ ബലി ആചരിക്കണം. അത് നിർത്തുക എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. പല ആളുകളും പറഞ്ഞു ഗയയിൽ പോയിട്ട് കർമ്മം ചെയ്താൽ അതോടുകൂടി അവസാനിച്ചു, തിരുനെല്ലിയിൽ പോയിട്ട് കർമ്മം ചെയ്താൽ അതോടുകൂടി അവസാനിച്ചു. അങ്ങനെ ഒരു സംവിധാനം ഇല്ല. നമുക്ക് ആരോഗ്യം ഉണ്ടാവുന്ന കാലം വരെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുക തന്നെ വേണം. അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ ആളുകൾ വിചാരിക്കണം, സാധാരണക്കാർക്ക് എത്ര കണ്ടത് മനസ്സിലാവുമെന്നറിയില്ല. ആളുകൾ ധരിക്കുന്നത് മരിച്ചുപോയ എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ബലിയിടുന്നു, അമ്മയ്ക്ക് വേണ്ടി ബലിയിടുന്നു, അതെല്ലാം ഉപരി നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നതെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. നമ്മളിലെ ആ ചിത്തത്തിനാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മൾ എത്ര കാലം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ നമ്മളിൽ ബോധത്തിലുണ്ടോ, ആ കാലം വരെ, അതായത് നമുക്ക് ആരോഗ്യം ഉണ്ടാവുന്ന കാലം വരെ നമ്മൾ ആ കർമ്മങ്ങൾ ആചരിക്കണം എന്നുള്ളതാണ്. ഒരിടത്തും പോയിട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല, തിരുനെല്ലി പോയിട്ട് എല്ലാം അവസാനിപ്പിക്കാനുള്ളതല്ല പിതൃകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഗയയിൽ പോയി ശ്രാദ്ധം കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ തെറ്റാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്ന കാലം വരെ നമ്മൾ ചെയ്യണം. പലപ്പോഴും നമ്മൾ കാണാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ആവാഹനം ചെയ്തു കൊണ്ടുവരുന്നത് ശരിക്കും 41-നൊക്കെ പല ആളുകളും പല പൂജാരിമാർ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ശരിക്കും അറിയില്ല, തെറ്റാണ്. ആവാഹനം എന്ന് പറഞ്ഞാൽ 1 വർഷക്കാലം കഴിഞ്ഞേ സാധ്യമുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ പറഞ്ഞ മാസബലി സമ്പ്രദായം ഇല്ലാത്ത പ്രദേശമാണ്. അവിടെ എങ്ങും ഈ തിരുവല്ലം പോലെയോ വർക്കല പോലെയോ നമുക്ക് അങ്ങനെ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റുന്ന ക്ഷേത്ര സങ്കേതങ്ങളില്ല. വീട്ടിൽ സാഹചര്യങ്ങളില്ലാത്തവരും അറിവില്ലാത്തവരുമാണ്. അവർക്ക് മാസബലി ഇല്ല. അവരൊരു വർഷം പൂർത്തിയാകുമ്പോഴാണ് നമ്മളൊരു പൂജാരിയെ വിളിച്ച് വീട്ടിൽ ഗണപതി ഹോമം, ഭഗവതി സേവ, സുദർശന ഹോമം നടത്തി ഈ രൂപങ്ങളിൽ, വെള്ളി രൂപങ്ങളിൽ ആവാഹിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ, തിരുവല്ലം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നവരുണ്ട്. വീട്ടിൽ തന്നെ വിഷ്ണു പൂജ നടത്തി സായുജ്യം നൽകുന്ന പുരോഹിതന്മാരുമുണ്ട്. അപ്പോൾ ആവാഹിച്ചു കൊണ്ടുവരുന്നത് 1 വർഷത്തിന് തന്നെയാണ്. ആവാഹിച്ച് സായുജ്യം കൊടുക്കുന്നത് 1 വർഷത്തിൻ്റെ ചടങ്ങായിട്ടാണ് നടത്തുന്നത്. ആവാഹിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാസബലി ഇടണമെന്ന് വെച്ചാൽ മാസബലി ഇടാൻ സാധിക്കാത്തവരാണ് കൂടുതലും ഈ 1 വർഷം പൂർത്തിയാകുമ്പോൾ സുദർശനം നടത്തി ആവാഹിച്ചു കൊണ്ടുവന്ന് സമർപ്പിക്കാറുള്ളത്. സമർപ്പണ സായുജ്യ പൂജകൾ ക്ഷേത്രത്തിൽ നടത്തി അത് പൂർത്തിയാക്കാറാണ്.
ഭാഗവതമൊക്കെ ഒരു ദിവസം മുഴുവനും വായിച്ച് അന്നദാനമൊക്കെ നടത്തിയാണ് ഈ ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഉള്ള ആളുകൾ ആണ്ടുബലി ആചരിക്കുക. വലിയ എക്സ്പെൻസീവാണ് ഈ കറിയ നടത്തുക എന്നുള്ളത്. അതിന് പകരമാണ് ഇവിടെ തിരുവനന്തപുരത്ത് എല്ലാ മാസവും വന്ന് ബലിയിടുക എന്നുള്ളൊരു സംവിധാനം. ഇപ്പോൾ കൊല്ലത്ത് തിരുവല്ലവാരത്തിനുള്ള സംവിധാനമുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ പല ക്ഷേത്രങ്ങളിലും ഇന്ന് ആ സംവിധാനമുണ്ട്. വീട്ടിൽ ഈ വലിയ ചെലവുകൾ കുറച്ച് എല്ലാ മാസവും ഈ പറഞ്ഞ ബലികർമാദികൾ നടത്തിയാൽ നമുക്ക് തന്നെ ആണ്ടുബലി സമർപ്പിച്ച് പൂർത്തിയാക്കാവുന്നതാണ്. അതല്ലാത്ത പക്ഷമാണ് ഈ സുദർശന ഹോമത്തിൻ്റെ ഒക്കെ ആവശ്യം വരിക. ബലിയിടാത്ത പക്ഷമാണ് ഈ പറഞ്ഞ ഒരു ആണ്ട് തികയുമ്പോൾ ആ വാഹനം നടത്തി സായുജ്യപ്പെടുത്തി ഭഗവാനിൽ സമർപ്പിക്കേണ്ടതെന്ന് പറയും. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാധാരണ മരണവും അപകട മരണവും എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചില ആചാര്യന്മാരുടെ ഒരു അഭിപ്രായം കേട്ടത് സാധാരണ 60 വയസ്സിന് മുന്നുള്ള എല്ലാ മരണങ്ങളിലും നമ്മൾ അപമൃത്യു കണക്കാക്കണം എന്ന് പറയും. അപ്പം അപമൃത്യു എന്ന് പറയുന്നത് അപകടം, ആത്മഹത്യ, കൊലപാതകം പോലെയുള്ള മരണങ്ങളാണ്. അത്തരത്തിലുള്ള മരണങ്ങൾ ആഗ്രഹം പൂർത്തിയാക്കാതെ മരിക്കുന്നവർ അപമൃത്യു എന്ന് പറയും. അല്ല, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിയകൾക്കൊരു ഇത് കൊടുക്കേണ്ടതനുസരിച്ച് പറയാച്ചാൽ അപമൃത്യു എന്ന് പറഞ്ഞത് പണ്ട് കാലത്ത് അപമൃത്യുവിന് ഒരു കർമ്മങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് ഈ ക്രിയകളിൽ കർമ്മങ്ങളിലൊക്കെ വ്യത്യാസം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതനുസരിച്ച് അപമൃത്യുവും സാധാരണ മരണവും വ്യത്യാസമുണ്ട്, കർമ്മങ്ങളിലും ക്രിയകളിലൊക്കെ വ്യത്യാസമുണ്ട്. അത് ആചാര്യൻ്റെ അഭിപ്രായം ചോദിച്ച് യുക്തിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പും ഇതി ത്രാണ പുത്രാന. പുത്ര എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ ഇത് തന്നെയാണ് പുത്രി എന്നുള്ള ശബ്ദത്തിനുള്ളത്. അതുകൊണ്ട് പുത്രനും പുത്രിക്കും അവിടെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. എങ്ങനെയാണോ പുത്രന് പ്രാധാന്യം അതുപോലെ തന്നെയാണ് പുത്രിക്കും പ്രാധാന്യം. ഇപ്പോൾ അടുത്തൊരു കവയത്രി, അവർ മരിച്ച സമയത്ത് അവർക്കൊരു പെൺകുട്ടി, ഒരു മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വളരെ ബോൾഡായിട്ട് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരികയാണ് ചെയ്തത്. പണ്ട് കാലത്ത് ആ ഒരു സാഹചര്യങ്ങളല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾ അതിന് മുന്നോട്ട് വരണം. അവർക്കും ഈ പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും വേറൊരാൾ ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യുമ്പോൾ വേറൊരാൾ വന്ന് ചെയ്താൽ ഏച്ചു വെച്ച് കിട്ടിയാൽ മുഴച്ച് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ എനിക്ക് ചെയ്യുന്ന പോലെ ഭംഗിയായിട്ട് വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുത്രിമാരാണെങ്കിൽ അവർ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം മറ്റൊരു ഓപ്ഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവനവൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവനവൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. തെറ്റായൊരു സമ്പ്രദായം ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഇപ്പോൾ നടത്താറില്ല ഒരു സ്ഥലത്തും. പ്രേതാരാധന ഒരിക്കലും പാടില്ല. പിതൃക്കളെ ദൈവത്തിന് തുല്യമായി നമ്മൾ ആചരിക്കണം. പിതൃക്കൾക്ക് വേണ്ടതായ കർമ്മങ്ങൾ തന്നെ ചെയ്യണം. അതും ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെടുത്തി ആകരുത്. പല കാര്യങ്ങളും അബദ്ധങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ആ അബദ്ധത്തിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കണക്കാക്കേണ്ടത്. അത് ഇപ്പോൾ നടത്തുന്നില്ല. അത് തെറ്റായൊരു കീഴ്വഴക്കമാണ് എന്ന് മനസ്സിലാക്കി എന്തോ അബദ്ധത്തിൽ സംഭവിച്ചൊരു സംവിധാനമായിട്ടാണ് കണക്കാക്കേണ്ടത്. അതിനെ പ്രായോഗികമായി തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ സംവിധാനങ്ങളൊന്നും ഇല്ല. അതങ്ങനെ നമ്മൾ പ്രേതാരാധന ഒരു കാരണവശാലും നടത്താതിരിക്കാൻ ശ്രമിക്കുക. മക്കളില്ലാത്തവർക്ക് വേണ്ടി ബലിയിടേണ്ടത് മക്കളുടെ സ്ഥാനത്തുള്ള ആളുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ ദത്തുപുത്രനും ചെയ്യാം എന്നുള്ളതാണ്. ചില ആളുകൾ പറയുന്ന കേട്ടുണ്ട് രക്തബന്ധം, അവിടെ രക്തബന്ധത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഗുരുനാഥൻ മരിച്ചാൽ ശിഷ്യന് പുലയുണ്ട്, ശിഷ്യന് ബലിയിടാം മക്കളില്ലെങ്കിൽ. അപ്പോൾ അത് രക്തബന്ധത്തിന് അവിടെ യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മക്കളുടെ സ്ഥാനത്തുള്ളവരിടാം, അല്ലെങ്കിൽ അനന്തരവന്മാർക്കിടാം, ഭാര്യയ്ക്കിടാം. അപ്പോൾ അവിടെ ആരാണോ ആ സാഹചര്യത്തിൽ ഉള്ളത് അവർക്ക് ആ കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. രണ്ട് തരത്തിൽ ഇടാമെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശരിക്കും മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ബലിയിടുന്നതാണ് ഏറ്റവും ഉചിതം. അതായത് ഭർത്താവിനേക്കാൾ ഭാര്യ എന്തായാലും പ്രായം കൂടിയ ആളാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഭാര്യ മരിച്ചാൽ ഭർത്താവ് ബലിയിടുന്നതോട് യോജിപ്പില്ല. എന്നാൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ബലിയിടാം. അവിടെ രക്തബന്ധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഏറ്റവും കൂടുതൽ ബന്ധം ഭർത്താവും ഭാര്യയും തമ്മിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഭാര്യയ്ക്ക് ബലിയിടാം, വയസ്സിൽ മൂത്ത ആളാണ് എന്നുള്ളത് അതുകൊണ്ട്. എന്നാൽ ഭർത്താവിന് ഭാര്യയ്ക്ക് ബലിയിടുന്നതിൽ തടസ്സമുണ്ട്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയിട്ട് ഈ കർമ്മങ്ങൾ ചെയ്യുന്ന പക്ഷത്തിൽ അവിടെ മരണപ്പെട്ട മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് കർമ്മം ചെയ്യാം എന്നാണ് അവിടുത്തെ പുരോഹിതൻ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രദേശത്തും ഒക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നിലവിൽ നമ്മുടെ തെക്കൻ സമ്പ്രദായത്തിൽ അങ്ങനൊരു സംവിധാനം ഇല്ല. പ്രായം കൂടിയ ആളുകൾ ഒരിക്കലും പ്രായം കുറഞ്ഞ ആളുകൾക്ക് വേണ്ടി ബലിയിടാറില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിന് ബലിയിടാം, ഭർത്താവിന് ഭാര്യയ്ക്ക്
അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സമ്പ്രദായം. അവിവാഹിതരായ മക്കൾ മരിച്ചാൽ ഇതുപോലെ തന്നെ മക്കളുടെ സ്ഥാനം വരുന്ന ആളുകൾക്കിടാം, സഹോദരങ്ങൾക്കിടാം. മരണപ്പെട്ട ആളേക്കാൾ പ്രായം കുറഞ്ഞ സഹോദരങ്ങളുണ്ടെങ്കിൽ ഇടാം, അവരുടെ മക്കൾക്കിടാം, പ്രായം കുറഞ്ഞവർക്കിടാം. എത്ര വയസ്സ് മുതലാണ് ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് 4 വയസ്സ് മുതലെന്ന് പറയുന്നുണ്ട്, ഒന്ന് 12 വയസ്സ് കഴിഞ്ഞാലെന്ന് പറയുന്നത്. ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത്, ഈ ശരീരത്തോട് സ്നേഹം തോന്നുക എന്നുള്ള സമ്പ്രദായത്തിൽ അത്രയും വരുന്ന സമയത്ത് ആ പ്രായം ഏതാണ്? ഇപ്പോൾ ശരീരത്തോട് സ്നേഹിച്ചാൽ ചെറിയൊരു കുട്ടി 2 വയസ്സായ കുട്ടിക്ക് ആ കുട്ടിയുടെ ശരീരത്തോട് കാമ ക്രോധ ലോഭാദികളൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള വിശേഷാലുള്ള ഇതൊന്നും ഉണ്ടാവില്ല. ആ പ്രായം മുതൽ നമ്മൾ സാധാരണ പറയുക, പെൺകുട്ടികളാണെങ്കിൽ മാസമുറ തുടങ്ങുന്നത് മുതൽ, ആൺകുട്ടികളാണെങ്കിൽ ശുക്ലദാനം ഉണ്ടാകുന്ന മുതൽ, ഇതുണ്ടാകുന്ന മുതൽ, ഇതാണ് അതിൻ്റെ ഒരു അസ്ഥിയുടെ അകത്തുള്ള മജ്ജ ഉറയ്ക്കുന്നതെന്നാണ് അതിൻ്റെ കണക്ക്. ആ കാലം മുതൽ ബലി കർമ്മങ്ങൾ വേണം എന്നുള്ളതാണ്. അതിന് മുമ്പുള്ളതിന് ബലി കർമ്മങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത്. ചെറിയ പ്രായങ്ങളിൽ മരിക്കുന്ന കുട്ടികളിൽ ശരിക്കും 1 വർഷം ആകുമ്പോൾ ഈ കന്യാവ് എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിലേക്ക് സങ്കല്പിച്ച് അവരെ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നൊരു സമ്പ്രദായമുണ്ട്. പക്ഷെ അത് വ്യക്തിപരമായി എനിക്ക് യോജിപ്പുള്ള, പക്ഷേ തിരുവല്ല ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ കന്യമൂലയിൽ ഒരു ദേവിയുണ്ട്. അവിടെ പണ്ട് വനദുർഗ എന്നുള്ളൊരു സങ്കല്പമായിരുന്നു, പക്ഷേ ഇതിപ്പോൾ കന്യാവ് എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. അവിടെ നമ്മൾ പട്ട് വളകൾ, ചാന്തുപൊട്ട്, അങ്ങനെയൊക്കെ കന്യാവ് എന്നുള്ളൊരു സങ്കല്പത്തിൽ സമർപ്പിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അവിടെ ഇങ്ങനെ ദോഷങ്ങളായിട്ട് പറഞ്ഞ് വരാറുള്ള ആളുകളുണ്ട്. ചെറിയ കുട്ടികൾ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിലവിലുള്ള കുട്ടികൾക്ക് ഉറക്കത്തിൽ സ്വപ്നം കാണുക, വർത്താനം പറയുക, എണീച്ച് നടക്കുക, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജ്യോതിഷന്മാരുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ആ ഗർഭസ്ഥാവസ്ഥയിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ കുട്ടികളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് കണ്ട് അവിടെ ഈ കർമ്മങ്ങൾ നടത്തി അതിന് ആ ബുദ്ധിമുട്ട് മാറിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നിലവിൽ ഈ 8 വർഷത്തെ സേവനത്തിൽ എനിക്ക് തിരുവല്ലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വന്ന് കന്യാവിൻ്റെ ദോഷമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം ചെയ്തിട്ട് അവർക്കൊക്കെ അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ കന്യാവ് എന്നുള്ള സങ്കല്പത്തിൽ കരിവളയും കൺമഷിയും ഒക്കെ വെച്ചിട്ട് അവരെ അവിടെ ആ ഭഗവതിയിൽ ലയിപ്പിക്കുന്നു എന്നുള്ളതായിട്ടുള്ള സങ്കല്പമുണ്ട്. ഇതാണ് കണ്ടുവന്നിട്ടുള്ളൊരു രീതി. വീട്ടിൽ ചില ആളുകൾ ഈ വെച്ചാരാധന നടത്തുന്നത്, ചെറിയ കുട്ടികളൊക്കെ മരണപ്പെട്ടപ്പോൾ ഒരു 2 വയസ്സിൽ മരണപ്പെട്ടു പോയൊരു കുട്ടിയെ ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ സങ്കല്പിച്ച് ഈ പഴങ്ങളൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പായസമൊക്കെ വെക്കുമ്പോൾ ഇതിനെ സങ്കല്പിച്ച് കൊണ്ടുവന്ന് എവിടെയെങ്കിലും വെക്കും. സങ്കല്പം ഒരിക്കലും പാടില്ല. അവിടെയാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവുക, അപ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉടലെടുക്കുക. അങ്ങനെ ഒരാളെ സങ്കല്പിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പായസം വയ്ക്കുക, കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കും, തലവണയുടെ അടിയിൽ ആപ്പിൾ കൊണ്ടുവയ്ക്കും, ഇതെൻ്റെ മരിച്ചുപോയ മോൾക്ക് വേണ്ടി മകന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു വയ്ക്കും. അത്തരത്തിൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുക. ആ തരത്തിൽ വരുമ്പോഴാണ് ഇതിൻ്റെ പരിഹാരത്തിലേക്ക് പോകേണ്ടി വരുന്നത്. അല്ലാത്ത ഇതിൽ ഒരു തരത്തിലുള്ള കർമ്മത്തിന്റെ ആവശ്യമില്ല. അതിന് ഭൂമിദാനം മാത്രമേ ഉള്ളൂ, വേറെ ചടങ്ങുകളൊന്നും തന്നെ ഇല്ല. പിന്നെ പല ക്ഷേത്രങ്ങളിലും കന്യാവിന്റെ നടകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തൊഴുവങ്കോട് ക്ഷേത്രത്തിലൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കരിവള വാങ്ങി വെക്കാറുണ്ട്, കൺമഷിയും ചാന്തും ഒക്കെ വാങ്ങി വെച്ചിട്ട് അതിന്റെ പരിഹാരങ്ങൾ ചെയ്യാറുണ്ട്. ആചാര്യന്മാരുടെ നിർദ്ദേശാനുസരണം അത് ചെയ്തോളുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകത ഓരോ സ്ഥലത്തും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ തിരുവല്ലം പോലെ തിരുനെല്ലി പോലെ തന്നെ പാപനാശത്തിന് പ്രത്യേകതയുണ്ട്. ഓരോ സ്ഥലത്തും പ്രത്യേകതയുണ്ട്. രാമേശ്വരത്ത് പ്രത്യേകത ശ്രീരാമഭഗവാൻ ദശരഥ ഭഗവാൻ വേണ്ടി ബലിയിട്ടു എന്നുള്ളതാണ്. ദശരഥന് വേണ്ടി രാമേശ്വരത്ത് ബലിയിട്ടു എന്നുള്ളതാണ് അവിടുത്തെ പ്രസക്തി എന്ന് പറയുന്നത്. അവിടെ ആ കർമ്മങ്ങൾ കൊണ്ട് പ്രാധാന്യപ്പെട്ടതുകൊണ്ടാണ് അവിടെ ആ ഒരു തരത്തിൽ പറയുക. പിതൃകാരകൻ എന്നുള്ള മൂർത്തി വിഷ്ണുവാണ്. അവിടെ എപ്പോഴും അഭയം വിഷ്ണു ഭഗവാൻ മാത്രമാണ്. പിതൃകാരകൻ എന്ന് പറയുന്നത് വിശ്വദേവതകൾ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനിലാണ്. അപ്പോൾ അവിടെ പ്രാപിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വിഷ്ണുവായിട്ടുള്ള ബന്ധം വേറെ ഇനി അതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ശരിക്കും എല്ലാം അവസാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ പിതൃക്കളുടെ, അതായത് വിശ്വദേവതകൾ എന്ന് പറയുന്നതാണ് വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. അവിടേക്കാണ് സമർപ്പണം ചെയ്യുക. അതുകൊണ്ടാണ് ആ ഒരു തലത്തിലേക്ക് വിഷ്ണു ഭഗവാനിങ്കൽ എന്തുകൊണ്ട് ബലിയെന്ന് ചോദിച്ചാൽ പിതൃകാരകൻ എന്നുള്ള മൂർത്തി വിഷ്ണു ഭഗവാനാണ്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മൾ വിഷ്ണു ഭാഗത്തിൽ ലയിച്ചു എന്നൊക്കെ പറയാം. പിതൃകാരകൻ എന്ന പിതൃക്കളെ സ്വീകരിക്കുന്നത് എപ്പോഴും ഭഗവാനാണ്. ആ ഭഗവാന്റെ കാൽക്കലാണ് നമ്മൾ ഈ കർമ്മങ്ങൾ സമർപ്പിക്കുക. അതുകൊണ്ട് വിശ്വദേവതകളാണ് ഈ വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മൾ വിശ്വരൂപം കണ്ടിട്ടുണ്ടാവും. അതായത് ഭഗവത്ഗീതയിൽ അവസാനം അർജുനന് നൽകുന്ന വിശ്വരൂപ ദർശനമുണ്ട്.
അപ്പം അതിലെല്ലാ ദേവതകളും കുടികൊള്ളുന്നത് ഭഗവാനിലാണ്. അപ്പം അതുകൊണ്ട് വിശ്വദേവതകൾ എന്നാണ് വിഷ്ണു ഭഗവാനെ അറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങൾ ആ പാദങ്ങളിൽ തന്നെയാണ് സമർപ്പിക്കേണ്ടത്. പിതൃപൂജകൾ ഈ ഇപ്പോൾ ആരംഭിച്ചതായിട്ടാണ് വേണം കണക്കാക്കാൻ. അതും ഈ പിതൃകർമ്മവും ക്ഷേത്രത്തിലെ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. പിതൃപൂജകൾ ക്ഷേത്രങ്ങളിൽ ആചരിക്കാറുണ്ട്, പക്ഷെ അത് കർക്കിടകവാവിന് മാത്രം എന്നുള്ള രീതിയിലൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെതായ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെതായ ആചരണങ്ങളും രീതികളൊക്കെ ഉണ്ടാവും. അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക. ഇത് പ്രധാനമായും ഈ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ ആ കർമ്മങ്ങൾ കൂടുതലായി ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മൾ അത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. പലപ്പോഴും പല ആളുകളും മരിച്ച ആളുകളുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ അർച്ചനകളൊക്കെ നടത്താറുണ്ട്. അത് പാടില്ല. മരിച്ച ആളുടെ പേരിൽ തിലഹവനം മാത്രമേ പാടുള്ളൂ. അത് എല്ലാ ക്ഷേത്രത്തിലും പാടില്ല. അത് അനുവദിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ തിലഹവനം നടത്താൻ പാടുള്ളൂ. പിതൃപൂജകളും അനുവദിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ, നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിൽ ചോദിക്കുക, ഇവിടെ നമ്മൾ പിതൃപൂജ മരിച്ച ആളുടെ പേരിൽ നടത്താറുണ്ടോ, എങ്കിൽ എങ്ങനെയാണ് നടത്തേണ്ടത്, ക്ഷേത്രത്തിലെ ആചരണങ്ങൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആചരിക്കുക. മരണാനന്തര സംബന്ധവുമായിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ച്, ക്രിയകളെക്കുറിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ മതിവരാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ്, ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുള്ള ഒരു മേഖലയാണ് ശരിക്കും ഈ മരണാനന്തര സംബന്ധമായ കർമ്മങ്ങൾ. അതുകൊണ്ട് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും പല സംശയങ്ങളും വരാനുള്ള കാരണങ്ങൾ ഈ ഒരുപാട് അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമുക്ക് ഇവിടെ പൂർത്തിയാക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വിഷയങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. ഇപ്പോൾ കർക്കിടകവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറച്ച് നേരം നിങ്ങളോട് എനിക്ക് സംവദിക്കാനായി തന്നത്. ഈ വിഷയങ്ങളെക്കുറിച്ച് വീണ്ടും നമുക്ക് ഇനിയൊരവസരത്തിൽ വരാൻ സാധിക്കും എന്ന് ഭഗവാൻ അതിനുള്ള അവസരം നൽകിയാൽ തീർച്ചയായിട്ടും ഇനിയൊരു അവസരത്തിൽ നമുക്ക് ആ തരത്തിലുള്ളതായ കാര്യങ്ങളുമായി വരാം. നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, ഇത്രയും നേരം എന്നെ ശ്രവിച്ചിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയൊരവസരത്തിൽ വീണ്ടും നമുക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.